അവൻ്റെ പരിശുദ്ധ ഉടമ്പടി നമ്മൾ മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന ഈ ദൈവിക സ്വർഗീയ പദ്ധതി അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മറിയത്തിൻ്റെ ദൈവാനുഭവങ്ങൾ അഥവാ മറിയത്തിൻ്റെ ക്രിസ്തു അനുഭവങ്ങൾ മരിയൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുദിന ജീവിത അവസ്ഥകളിൽ ദൈവത്തെ അനുഭവിക്കാനുള്ള പരിശ്രമമാണ് ഒരർത്ഥത്തിൽ മരിയൻ്റെ ഉടമ്പടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ സുവിശേഷ പ്രഭാഷണത്തിൻ്റെ ഇടയിലൂടെ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പല കാര്യങ്ങളും കർത്താവ് നമുക്ക് കൈമാറുന്നത് ഒരു സമൂഹം മുമ്പിലുള്ളപ്പോഴാണ്. വ്യക്തിപരമായി ചില സമയങ്ങളിൽ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജപമാല സ്വകാര്യ പ്രാർത്ഥനയിലെല്ലാം കർത്താവ് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ചില ക്യാപിറ്റലായിട്ടുള്ള കണ്ടൻറ്റുകൾ അത് എപ്പോഴും ഒരു ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് കർത്താവ് സംസാരിക്കുന്നത്. അപ്പോഴേക്ക് മനസ്സിലായിട്ടുണ്ട് കർത്താവ് എന്നിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുവെന്ന്. നമ്മുടെ മരിയൻ ധ്യാനം കൂടുന്ന പല ആൾക്കാർക്കും ഈ ധ്യാനം ഒരു ദൈവാനുഭവമായി മാറുന്നതും പലരും അത് ലൈവായിട്ട് കൂടാനാണ് ആഗ്രഹിക്കുന്നത്. ചിലർ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ കൂടും, അങ്ങനെയല്ല. ചിലർ കച്ചകെട്ടി അതിന് ആ സമയം ഫ്രഷായിട്ട് തന്നെ ആ ഓൺലൈനിൽ തന്നെ കൂടും. ബാക്കി അവർ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പ്രാർത്ഥന ചെയ്താണ്, കർത്താവേ ആ 11:30 മണി ചൊവ്വാഴ്ച 11:30 മണി മുതൽ 1 മണി വരെ ആരും ഞങ്ങളുടെ വീട്ടിൽ വരല്ലേ എന്ന് ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. ആ ചൊവ്വാഴ്ച 11 ദാറ്റ് മീൻസ് അവർ ഏതാണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കുന്ന പോലെ മൊബൈൽ TV ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് കർത്താവ് ഇന്ന് എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നതെങ്കിൽ കർത്താവ് അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഓരോരുത്തരുടെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ക്രൈസ്റ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതാണ് ഈശോ പറഞ്ഞത്, പ്രവാചകനായി സ്വീകരിക്കുന്നവന് അതിൻ്റെ ആനുപാതികമായിട്ടായിരിക്കും അനുഗ്രഹങ്ങൾ വരുന്നത്, അറിവ് വരുന്നത്. നീതിമാനെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:41. മത്തായിയുടെ സുവിശേഷം 10:41 പ്രവാചകനായി സ്വീകരിക്കുന്നവന് പറഞ്ഞ് പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു അതിന് ആനുപാതികമായിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ വരുന്നത്. അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം, അല്ലേ? നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മുടെ അറിവിന് ആനുപാതികമോ പരിമിതമോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് അറിവുണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക, വികസിപ്പിക്കുക. അത് മനസ്സിലായില്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ. എന്നുവെച്ചാൽ നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എന്തറിവുണ്ട് അതിന് ആനുപാതികമായിട്ടായിരിക്കും നമുക്കുണ്ടാകുന്ന ദൈവ
അനുഭവം. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ? ക്രിസ്തുവിൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ചക്രവാളങ്ങളെ ഓരോ ദിവസവും വികസിപ്പിച്ചെടുക്കുക. അതാണ്. അതിനാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്. എന്താ കാര്യം? നമ്മൾ ഉടമ്പടിയാണ് ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പം പരിശുദ്ധ കുർബാന ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുക്കാൻ വേണ്ടി നോൺ ക്രിസ്ത്യൻസിന് പറ്റുമോ? പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് എന്താണ്? ക്രൈസിസ് ഫോർ ഓൾ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ലൂക്ക 2:30-31. ലൂക്ക 2:30-31. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ക്രിസ്തു ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്? സകല മനുഷ്യർക്കും വേണ്ടിയാണ്. സഭയുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്തുകൊണ്ടാണ്? ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ദൈവം വിഭാവനം ചെയ്ത സ്വർഗത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി പ്രയോഗത്തിൽ വരുത്താനുള്ള ബാധ്യതയ്ക്ക് ദൈവം സഭയെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ സഭയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ, അതുകൊണ്ടാണ് സഭ മിഷണറി ആകുന്നില്ലെങ്കിൽ അതിൻ്റെ 50% വർക്ക് മരവിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി അറിയിക്കണം. അതാണ് വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസത്ത് പറഞ്ഞോ എന്നറിയത്തില്ല, ഒരു SJ ഫാദർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗുജറാത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ച്, അച്ഛന് എന്നാ അവിടുത്തെ യഥാർത്ഥ പരിപാടി എന്ന് ചോദിച്ചു. മിഷൻ എന്താ ചോദിച്ചു. പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ്, എന്താണ് പഠിപ്പിക്കണേ? അങ്ങനെ ചുറ്റിക്കാരാണ് ഞാൻ ചോദിച്ചത്, ഞാൻ എന്താ പഠിപ്പിക്കണത്? കാര്യം മാത്സാണ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലേ. സോഷ്യൽ സയൻസാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നാൽ പോലെ കല്യാണം കഴിച്ച് മര്യാദക്ക് അതിനേക്കാൾ നല്ലവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നാട്ടിലില്ലേ. അച്ഛന്മാരെക്കാൾ നല്ലവണ്ണം സോഷ്യൽ സയൻസും മാത്സും പഠിപ്പിക്കുന്ന അധ്യാപകർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് പഠിപ്പിക്കണത്? അപ്പോൾ പുള്ളിക്കാരൻ പാവപ്പെട്ടവന് വെറുതെ പറഞ്ഞത്, ഞാൻ നല്ല ഹിന്ദുസിനെ ഞാൻ നല്ല ഹിന്ദുസാക്കും, മുസ്ലിംസിനെ ഞാൻ നല്ല മുസ്ലിംസാക്കും, ക്രിസ്ത്യൻസിനെ ഞാൻ നല്ല ക്രിസ്ത്യൻസാക്കും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇതാണോ ദൈവവചനം വെളിപ്പെടുത്തുന്ന സുവിശേഷ വേല? അതാണ് വിഷയം. എന്താ കാര്യം? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുന്നത് നല്ല മനുഷ്യരോ ഒരു പുതിയ വാല്യൂ സിസ്റ്റമോ ഇവിടെ കൊണ്ടുവരാനല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ഒരു പുതിയ മൂല്യം കൊണ്ടുവരാനുമല്ല. ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മൂല്യങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ മൂല്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മനുഷ്യരെ സ്നേഹിക്കാനും സന്ധിക്കാനും ശിബിയെ പോലെയുള്ള രാജാക്കന്മാരെ ആ പക്ഷിയെ കഴുകൻ്റെ മുമ്പിൽ നിന്ന് പ്രാവിനെ രക്ഷിച്ചത് സ്വന്തം തുടയിലെ ചോര അറുത്ത് കൊടുത്താണ്. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യമാണിത്. ഇവിടെ ഒരു മൂല്യത്തിന് ഒരു പഞ്ഞുമില്ല. പുതിയ മൂല്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. എന്തിനാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? തൻ്റെ ഏകജാതനെ നൽകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 3:16. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സുനാദ. ആമേൻ. ആമേൻ. ദൈവപുത്ര. ആമേൻ. സർവശക്ത യോഹന്നാൻ 3:16. ഓക്കെ. എന്തെന്നാൽ
അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എല്ലാ ബൈബിളും മൊത്തം A to Z, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാച്ചി കുറുക്കി കംപ്രൈസ് ചെയ്ത് ഈ ഒരൊറ്റ വാക്കിൽ വെച്ചിരിക്കുകയാണ്. അത് ധ്യാനിക്കും തോറും നമുക്കിങ്ങനെ നമ്മൾ തീ കൊണ്ട് നമ്മളെ കത്തിക്കണ പോലെ നമുക്ക് കത്തിപ്പിടിക്കണ പോലെ തോന്നുകയാണ്. ധ്യാനിക്കും തോറും നമുക്ക് കത്തിപ്പിടിക്കും. എന്താ സംഭവിക്കണം? തൻ്റെ ഏകജാതനിൽ പറഞ്ഞേ, തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനായി ഏകജാതൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. പിതാവിൻ്റെ ഏകജാതൻ എന്നുള്ള ഒരു ആശയം, ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വർഗം മാനവരാശിയെ കാണുന്നത് നശിച്ചു പോയ കൂട്ടത്തിലാണ്. നിത്യത ഇല്ലാത്തയിടത്തോളം കാലം പിന്നെ ഉള്ളത് എന്താണ്? ഇവിടെയുള്ള മർത്യതയാണുള്ളത്. അത് കഴിയുമ്പോൾ പട്ടി, പാണൻ, കഴുത, പൂച്ച, മുയൽ ഒക്കെ ചത്ത് മലന്ന് മണ്ണോട് മണ്ണായതുപോലെ തീരും. ഇത് തീരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. എന്താണ്? തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ പിന്നെന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ഇത് വിശുദ്ധ വാരത്തിലേക്കാണ് നമ്മൾ ഈ ധ്യാനം കൂടുന്നത്. വിശുദ്ധ വാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്യമേ ഉള്ളൂ. എന്താണ്? ഈ നമ്മൾ അനുതാപപ്പെടുന്നു. 14 പള്ളികളിലൊക്കെ ആൾക്കാർ പോയി ഓരോ സ്ഥലം പാടുന്നു, അടുത്ത കടന്ന് ചായയും കുടിച്ചിട്ടുണ്ട്, അടുത്ത പള്ളിയിൽ പോകുന്നു. അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ധ്യാനിക്കുന്ന വിഷയം എന്താ? കർത്താവിൻ്റെ പീഡാനുഭവവും പങ്കപ്പാടുമല്ല നമ്മുടെ ധ്യാന വിഷയം. എന്താ വിഷയം? ഈ പീഡാനുഭവത്തിലൂടെ പ്രദർശിക്കപ്പെടുന്ന ആ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്. അതാണ്, ആ സ്നേഹമാണല്ലോ കർത്താവിൻ്റെ പീഡാനുഭവത്തിന് കാരണമായി വന്നത്. അത്രമാത്രമെന്നാണ്. തൻ്റെ ഏകജാതം നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു.